Electronic spectroscopy or UV visible spectroscopy. Electromagnetic radiation in the 10 to 800 nanometer region is capable of interacting with the molecules to give rise to electronic transitions. അപ്പോൾ 10 to 800 നാനോമീറ്ററിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവുമായിട്ട് വേവ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ മോളിക്യൂളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ അവിടെ നടക്കും. ഓക്കെ, അതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഓർ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ 10 to 800 നാനോമീറ്ററിൽ 10 to 400 നാനോമീറ്റർ യു വിയും 400 to 800 നാനോമീറ്റർ വിസിബിൾ റീജിയനുമാണ്. അതിൽ തന്നെ energies in the 200 to 800 nanometer, those in the near UV and visible region are sufficient to excite an electron to a higher electronic level. അപ്പോൾ നമ്മൾ യു വി കാണിക്കുന്നത് 200 to 800 ആണ്, 200 to 400 നിയർ യു വി, വിസിബിൾ റീജിയൻ അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരാണ് യു വി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടത്തുന്നത്. Electronic spectroscopy involves the study of electronic transition from lower to higher quantized energy levels induced in a molecular species by absorption of energy in the UV and visible regions. മിസ്സൊക്കെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് ഇലക്ട്രോണിക് ലെവൽസിൽ ട്രാൻസിഷൻ നടക്കുന്നു. അത് നടക്കാൻ അബ്സോർബ് ചെയ്യേണ്ട ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് നിയർ യു വിയും വിസിബിൾ റീജിയനിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, ദെൻ തിയറി ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. നമ്മളെല്ലാ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോഴും നമ്മൾ അതിൻ്റെയൊക്കെ എനർജി, ഓരോ ലെവലിൻ്റെ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഡബിൾ ഡാഷ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ ഡബിൾ ഡാഷ് ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി. പിന്നെ ഇ പ്രൈം ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ ഇലക്ട്രോണിക് പ്ലസ് ഇ വൈബ്രേഷണൽ പ്ലസ് ഇ റൊട്ടേഷണൽ. ഇനി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഈ ഡബിൾ പ്രൈം റെപ്രസെൻറ്റ്സ് എനർജി ഇൻ ദ ലോവർ സ്റ്റേറ്റിലുള്ള എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഡബിൾ പ്രൈം. ആൻഡ് ദോസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഈ സിംഗിൾ പ്രൈം. ഓക്കെ, അപ്പോൾ ഡബിൾ പ്രൈം ആണ് എന്ത്, താഴെയുള്ള ഇലക്ട്രോണിക് എനർജി ലെവൽ. സിംഗിൾ പ്രൈം മുകളിലുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇലക്ട്രോണിക് ലെവലിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. Total energy change delta E is equal to delta E electronic plus delta E vibrational plus delta E rotational. അപ്പോൾ രണ്ട് ലെവലിൻ്റെയും എനർജി ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യണേന്ന് നോക്കാം. ഡെൽറ്റ ഇ വി നോ ദാറ്റ് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് സി ന്യൂ ബാർ. ദെൻ വി ആർ ഇക്വേറ്റിംഗ് ദീസ് ടു. എച്ച് സി ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ is equal to നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെൽറ്റ ഇ ഇലക്ട്രോണിക് വൈബ്രേഷണൽ ഡെൽറ്റ ഇ റൊട്ടേഷണൽ ജൂൾസ്. എന്നിട്ട് അതിനെ പരസ്പരം ഇക്വേറ്റ് ചെയ്ത് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു delta E electronic delta E vibrational plus delta E rotational by hc centimeter raised to -1. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ന്യൂ ബാർ കണ്ടുപിടിച്ചത്. ഇത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കേർവ്സ്. പൊട്ടൻഷ്യൽ എനർജി കേർവ്സ് ആർ കോമൺലി റെഫേഴ്സ് ടു ആസ് മോസ് കർവ്. ഇങ്ങനെ ഒരു കേർവ് നമ്മൾ മുന്നേ IR പഠിച്ചിട്ടുണ്ട്. വൈബ്രേഷണൽ എനർജി ലെവൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. V is equal to 0, V is equal to 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി R താഴെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, R ഇക്വിലിബ്രിയം. HCl മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലാണെങ്കിൽ അത് REQ എന്ന് നമ്മൾ പറയും. ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ REQ. പിന്നെ അത് ഓരോ പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ മേലത്തെ ലെവലുകൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. 0-ൽ 1-ലാകുമ്പോൾ കുറച്ചും കൂടി ഇലോങ്ങേറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുന്നു, 2-ൽ കുറച്ചും കൂടി സ്ട്രെച്ച് ചെയ്യുന്നു, അങ്ങനെ. ഓക്കെ, അങ്ങനെ നമ്മൾ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ ഡി ആവുമ്പോൾ അത് ഡിസോസിയേഷൻ സംഭവിക്കുന്നു. വൈബ്രേറ്റിംഗ് മോളിക്യൂളിന് ഡിസോസിയേഷൻ സംഭവിക്കുന്നു. പിന്നെ ഇതിൽ എന്താ ഉള്ളത്, D0, അതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എനർജി. ഇനി 0 പോയിൻ്റ് എനർജി ന്യൂ ഈസ് ഈക്വൽ ടു 0-ലായാലും മോളിക്യൂളിന് കുറച്ച് എനർജി ഉണ്ടാവും, അതാണ് 0 പോയിൻ്റ് എനർജി. ഇത് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ, വൈബ്രേഷൻ ലെവൽ 0-ൽ എത്ര എനർജി എന്നുള്ളത്. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കർവ്. ഇത് മേലെ അതിൻ്റെ എക്സ്പ്ലനേഷൻ മിസ് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ മോസ് കർവ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ്
ഇവിടെ ഒരു സെൻറ്റൻസ് പറയുന്നതുണ്ട്. ഈച്ച് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പൊട്ടൻഷ്യൽ എനർജി കർവ് gives us 628 figure 628 gives the schematic diagram of Moore curve for the ground state and the first excited state of in diatomic molecule. ഈ curves ആണത്. ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈ മേലെ കാണുന്നത് ഇത് സിംഗിൾ പ്രൈം, ഇവിടെ ഡബിൾ പ്രൈം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈ കാണുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇതിൽ നിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഈ താഴെ 0 ന്യൂ ഈസിക്വൽ ടു 0 വി ഈസിക്വൽ ടു 0 നമ്മൾ പഠിച്ചത്. ഇവിടെ നിന്ന് ഈ ആർ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇവർ ജമ്പ് ചെയ്ത് പോണത് മേലത്തെ ലെവലിൻ്റെ നേരെ സെൻറ്ററിലേക്കല്ല, ഈ സൈഡിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ മോളിക്യൂള് ജമ്പ് ചെയ്യുന്നത് 0-ൽ നിന്ന് നേരെ മറ്റേ അടുത്ത എക്സൈറ്റഡ് ലെവലിൻ്റെ സെൻറ്ററിലേക്കല്ല, ഒരു സൈഡിലേക്ക് ആണ് ഇവർ ജമ്പ് ചെയ്ത് എത്തുന്നത്. അതിൻ്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹയർ കർവ് ഈസ് നോട്ട് ഡയറക്ട്ലി എബവ് ദ ലോവർ കർവ്, ബിറ്റ് റൈറ്റ് ടു ദാറ്റ്. ദ ഡിസോസിയേഷൻ D0 ഈസ് ലെസ് ദാൻ D0 ഡബിൾ പ്രൈം. മേലത്തെ എനർജി ഡിസോസിയേഷൻ എനർജി കുറവാണ്, താഴത്തെ ഡിസോസിയേഷൻ D0 ഡബിൾ പ്രൈം ആണ് കൂടുതൽ. ഇതാണ് കൂടുതൽ, ഇത് ഇവിടെ കുറവാണ്. ഓക്കെ, ഇനി അടുത്ത് ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് മിസ് പറയുന്നത്. എക്സാമിന് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പോർഷനിൽ പറയുന്നത്. ഇപ്പോൾ Frank quantum principle states that an electronic transition takes place so rapidly that a vibrating molecule does not change its internuclear distance appreciably during the transition. ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് മേലേക്ക് എത്തി അല്ലേ, താഴെ നിന്ന് ജമ്പ് ചെയ്ത് മേലേക്ക് എത്തി, ബട്ട് നമ്മൾ എത്തുമ്പം താഴെ നിന്ന് മേലേക്ക് എത്തി, പക്ഷേ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നില്ല. ആർ ഇക്വിലിബ്രിയം അവിടെ എത്തുമ്പോഴും അതേ ലെവലിൽ തന്നെയാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് the transition takes place so rapidly that a vibrating molecule does not change its internuclear distance appreciably during the transition. ഈ റൂളിൻ്റെ പേരാണ് ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിൾ. In other words, then Frank and Condon came to certain other conclusions also. നേരത്തെ പറഞ്ഞില്ലേ, ട്രാൻസിഷൻ ഫ്രം ദ ലോവസ്റ്റ് വൈബ്രേഷൻ എനർജി ടേക്സ് പ്ലേസ് ഫ്രം ദ മിഡ് പോയിൻറ്റ് ആർ ഇക്വിലിബ്രിയത്തിൽ നിന്ന്. However, for higher vibration levels, it can be shown from a consideration of the harmonic oscillator probably density plots that the transition from one state to another are most probable when the nuclei are in the extreme position. Nuclei ഒരു extreme positionൽ ഇരിക്കുമ്പോഴാണ് where the vibrational motion changes the direction. Vibrational kinetic energy 0. Nuclei spend the longest time. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾ എവിടെയാണ് കൂടുതൽ നേരം ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. Thus, the relatively more probable electronic transitions are those which begin or end at the middle of the lowest vibration level or at the extreme of any of the higher vibration level. അപ്പോൾ ഈ താഴെയുള്ള സെൻറ്റൻസ് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താ ഇവിടെ പഠിക്കണ്ടേ? ഇനി ട്രാൻസിഷൻസിൻ്റെ എങ്ങനെ, ഇത് ട്രാൻസിഷൻസ് ആണ്. 0-ൽ നിന്ന് 0-ലേക്ക് ജമ്പ് ചെയ്യാം, 0-ൽ നിന്ന് 2-ലേക്ക് ജമ്പ് ചെയ്യാം. 0-ൽ നിന്ന് 2-ലേക്ക് ജമ്പ് ചെയ്യുന്നതാണ് ഇവിടെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി സ്പീക്കായിട്ട് നമുക്ക് കാണുന്നത്. ബാക്കിയൊന്നും അത്ര ഹൈ ഇൻറ്റൻസിറ്റി ഇല്ല. ഇനി ഇവിടെ 0 to 2-ൽ നിന്നാണ് ജമ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എഴുതുമ്പം ഇവിടെ നോക്ക്, എഴുതുമ്പോൾ ഇവർ 2-0 എന്നാണ് എഴുതുക. ജമ്പ് ചെയ്യുന്നത് 0 to 2, പക്ഷേ എഴുതുമ്പോൾ 2-0. ദ ആക്ച്വൽ പിക്ചർ depends upon the relative spacing of the two potential energy curves. As per the situation, the 2-0 transition is expected to have highest energy. A probable vibrational co-structure is shown. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഈ 2 ലൈൻ മാത്രമൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. മിസ്സിനകത്ത് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇതാ ഈ സെൻറ്റൻസ് ഒന്ന് വായിക്കുക. പിന്നെ അതുപോലെ ഈ ലാസ്റ്റ് ആ പിക്ചർ വേണമെങ്കിൽ ആ ഇൻറ്റൻസിറ്റിയുടെ ആ പിക്ചർ വരയ്ക്കുക. പിന്നെ ഈ ഇവിടെ നിന്നുള്ള ഈ സെൻറ്റൻസും ഒന്ന് വായിക്കുക. നെക്സ്റ്റ് ഈസ് ഡിസോസിയേഷൻ എനർജി ആൻഡ് ഡിസോസിയേഷൻ പ്രോഡക്ട്സ്.
അപ്പോൾ നമ്മൾ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ പഠിച്ചു. ഇത് നമുക്ക് ഡിസോസിയേഷൻ എനർജി പഠിക്കാനുണ്ട്, സിലബസിലുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് വൺ സിംഗുലർ ട്രിപ്പിൾ സ്റ്റേറ്റ്സ് ഒക്കെ എവിടെയാണ് പറയുന്നത്? ഏതൊരു പേജിൽ മിസ്സായിട്ടുണ്ട്. 355, 356, 357. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഞാൻ നെക്സ്റ്റ് വൺ നമ്മൾ കുറച്ചും കൂടി ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് പോളി ആറ്റമിക് മോളിക്യൂൾസ് ആണ് ഇവിടെ ഇനി കാണാൻ പോകുന്നത്. നേരത്തെ കണ്ടതൊക്കെ ഡയറ്റമിക് മോളിക്യൂളായിരുന്നു കേട്ടോ. ഇനി പോളി ആറ്റമിക് മോളിക്യൂൾസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മറ്റേ ഹോമോ, ലൂമോ ആ സംഭവങ്ങളൊക്കെ. അതായത് സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് സെമ്മോ അല്ലെങ്കിൽ +2 ആ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സിഗ്മ, പൈ, നോൺ ബോണ്ടിങ്, പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ അങ്ങനെ ലെവൽസ് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. The common types of transition involved in electronic spectroscopy. The transition will be from lowest energy electronic state caused by the absorption of the molecule from a highest occupied molecular orbital. ഇലക്ട്രോൺ ഉള്ളിടത്തു നിന്നല്ലേ ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയസ്റ്റ് ഒക്യൂപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിൽ നിന്ന് എവിടേക്കാണ് ജമ്പ് ചെയ്യുക? ലോവസ്റ്റ് അൺഓക്യൂപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുക. ഓക്കെ, ഇനി അതിലെന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ദ 6 kinds ഓഫ് ട്രാൻസിഷൻസ് ആർ സിഗ്മ ടു സിഗ്മ സ്റ്റാർ, സിഗ്മ ടു പൈ സ്റ്റാർ, എനർജി സെയിം ആണ് അടുത്തതിനും, പൈ ടു സിഗ്മ സ്റ്റാർ. പിന്നെ ഗ്രേറ്റർ ദാൻ n ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, n ടു പൈ സ്റ്റാർ. ഈ എനർജി ഡയഗ്രാം നമ്മൾ ഷുവറായിട്ട് പഠിച്ചിരിക്കണം. ഈ എനർജി ഡയഗ്രാം ഇത് 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ഈ എനർജിയുടെ ഓർഡർ. അപ്പം ഇവിടെ ആദ്യം സിഗ്മ, പൈ, നോൺ ബോണ്ടിങ്, പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ. ഇത് നിങ്ങൾ മോളിക്കുലർ ഓർബിറ്റൽസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇനി എനർജിയാണ്, ട്രാൻസിഷൻ്റെ എനർജിയാണ് നമ്മൾ ഇവിടെ ഏറ്റവും കുറവ് എനർജി ആയിരിക്കാൻ വേണ്ടേ? n ടു പൈ സ്റ്റാർ. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇവിടെ n ടു പൈ സ്റ്റാറാണ് അടുത്ത്. അപ്പോൾ n ടു പൈ സ്റ്റാറിന് ഏറ്റവും കുറവ് എനർജി. ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് സിഗ്മ ടു സിഗ്മ, അതാദ്യം. ഓക്കെ, പിന്നെ ഇടയിലുള്ളത് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. എന്നിട്ട് ഇവർ പറയുന്നത് ഈ ആദ്യത്തെ മൂന്ന് എനർജികളും കെടുക്കുന്നത് നമ്മളുടെ 10 to 200 നാനോമീറ്ററിൻ്റെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുക. അപ്പോൾ അതെവിടെയാണ് നടക്കുന്നത്? ഫാർ UV റീജിയനിലാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ദ ലാസ്റ്റ് 3 ട്രാൻസിഷൻസ് ഒക്കർ ഇൻ ദ നിയർ UV ആൻഡ് വിസിബിൾ റീജിയൻ. അപ്പോൾ അതാണ് നമ്മൾ UV സ്പെക്ട്രത്തിൽ കൺസിഡർ ചെയ്യുക. അത് അഗെയിൻ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് കഴിഞ്ഞാൽ UV ഈ സ്പെക്ട്രം തരുന്നവർ ആരാന്ന് വെച്ചാൽ ദോസ് ഹാവിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഓൺ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലോജൻ ആറ്റം ഇങ്ങനെയുള്ളവർ UV വിസിബിൾ തരും. ഓക്കെ, ഡ്യൂ ടു n ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. n ടു സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉള്ളവർ, n എന്ന് പറഞ്ഞാൽ നോൺ ബോണ്ടിങ് അല്ലേ. അപ്പോൾ ഈ ഓക്സിജൻ, നൈട്രജൻ അവർക്കൊക്കെ ലോൺ പെയർ ഉണ്ടാവുമല്ലോ, അതാണ് n ടു പൈ സ്റ്റാർ. പൈ ടു പൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ളവർ, and those containing heteroatom oxygen in addition to pi electron system that due to n to pi star. അപ്പോൾ ഈ 3 ട്രാൻസിഷൻ ആരൊക്കെ തരിക എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് തിയറി ഓഫ് പോളി ആറ്റമിക് മോളിക്യൂൾസ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ്, മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇത് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ടോപ്പിക്കിൽ സിംഗിളറ്റ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്സ് മാത്രം ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്പിൻ മൾട്ടിപ്ലിസിറ്റി, ദ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൻ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഈസ് ഗിവൺ ബൈ 2s+1 where s is total spin. S is given by sigma ms. ms represents spin quantum number which can assume value +12 and -12. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം, ഇപ്പുറത്തേക്ക് വന്നാൽ മനസ്സിലാവും. For a molecular species containing no unpaired electrons s equal to 0. സ്പിൻ ഒന്നുമില്ലല്ലോ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല.
അപ്പോൾ അങ്ങോട്ടും ഒരാൾ പ്ലസ് ഹാഫും ഒരാൾ മൈനസ് ഹാഫും ആയി പെയർ ചെയ്തിരിക്കുമ്പോൾ ക്യാൻസലായിപ്പോയി 0 ആയിപ്പോവും. S=0. Therefore spin multiplicity is equal to 2 into 0 plus 1, that is equal to 1. The state is referred to as singlet state. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എപ്പോഴും നമ്മുടെ ഇലക്ട്രോൺസ് പെയർ ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗ്ലറ്റ് സ്റ്റേറ്റ്. അടുത്തത്, ഫോർ എ മോളിക്യൂൾ സ്പീഷീസ് കണ്ടെയ്നിങ് 1 അൺപെയർഡ് ഇലക്ട്രോൺ. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളെങ്കിൽ എസ് എത്രയാവും? 1/2. മൾട്ടിപ്ലിസിറ്റി എത്രയാവും? 2 into 1/2 plus 1 is equal to 2. That is doublet state. ഇനി ഈ മോളിക്കുലർ സ്പീഷീസ് കണ്ടെയ്നിങ് 2 അൺപെയർഡ് ഇലക്ട്രോൺ, 2 അൺപെയർഡ് ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയെന്ന് വെച്ചാൽ പ്ലസ് ഹാഫ് രണ്ടും കൂട്ടുമ്പോൾ S1 വരും. ഹെൻസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി 2 into 1 plus 1, that is equal to 3. ഇലക്ട്രോണിക് സ്റ്റേറ്റ് ഈസ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളതാണ്, സിലബസിലുള്ളതാണ്, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് ഗ്രൗണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. ജനറലി മോസ്റ്റ് മോളിക്യൂൾസ് ഹാവ് ആൻ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പെയർഡ് ആയിട്ടാണ് നിൽക്കുക, ഈവൺ നമ്പറാണ് എപ്പോഴും ഇങ്ങനെ നിൽക്കുക. സ്പിൻ പെയർഡ് കണ്ടില്ലേ, പ്ലസ് ഹാഫ് മൈനസ് ഹാഫ്, അപ്പോൾ അത് S0 ആയിപ്പോവും. Thus the ground electronic state of a molecule is generally singlet state. The singlet ground electronic state is generally represented as S0. Production of excited electronic state. Absorption of a photon of a suitable frequency. ഒരു suitable ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ promotion of the paired electron to higher level to produce excited electronic state. Such electronic transitions are governed by a series of selection rules based on the quantum mechanics and group theory. Spin selection rule. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചാൽ മതി. സ്പിൻ സെലക്ഷൻ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റീസ് ആർ ഫോർബിഡൻ. അതായത് ഏതൊക്കെ ട്രാൻസിഷനാണ് അലൗഡ്? സിംഗ്ലറ്റ്, ഡബ്ലറ്റ്, ട്രിപ്ലറ്റ് അങ്ങനെയുള്ള ട്രാൻസിഷൻസ് ഒക്കെ അലൗഡ് ആണ്. അപ്പോൾ താഴെ സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന മുകളിലത്തെ സ്റ്റേറ്റും സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമാണ് എക്സൈറ്റേഷൻ നടക്കുള്ളൂ. ഇത് അവിടെ ഇരിക്കട്ടെ. ടേംസ് ഓഫ് ഇമ്പോർട്ടൻസ്. ഇതിൽ ലാംഡ മാക്സ് വേവ് ലെങ്ത് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ആ UV വിസിബിൾ സ്പെക്ട്രം IR ഒക്കെ നമുക്ക് കാണിച്ചു തന്ന പോലെ UVക്കും സ്പെക്ട്രം ഉണ്ട്. സ്പെക്ട്രം നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇതിനകത്ത് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ട കുറച്ച് ടേംസ് ആണിത്. ലാംഡ മാക്സ് വേവ് ലെങ്ത്, അബ്സോർബൻസ് A log I0/Ix, intensity of the radiation depends upon. Okay, molar absorption coefficient A is equal to epsilon Cx. Epsilon is a constant called the molar absorption coefficient. ഇത് 2 mark question ആണ്, പഠിച്ചോളണം. The epsilon value at lambda max is named as epsilon A max. Transmittance പഠിച്ചോളണം. നേച്ചർ ഓഫ് സ്പെക്ട്രം ഇത് ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം ഇതിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോളണം. ലാംഡ മാക്സ് ആൻഡ് A അബ്സോർബൻസ്. അപ്പം ഇതുണ്ട് ലാംഡ മാക്സ് ഇവിടെ വരുമ്പം ഇതാണ് ലാംഡ മാക്സിമം അബ്സോർബൻസ് വരുന്നത്. ലാംഡ മാക്സിൻ്റെ വാല്യൂ ഇത്രയാണ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ലാംഡ മാക്സിൻ്റെ വാല്യൂ അനുസരിച്ച് ഹയസ്റ്റ് അബ്സോർബൻസ് വരുന്നു. ഇനി ഈ ഭാഗത്ത് 2 സെൻറ്റൻസ്. ദ വൈബ്രേഷണൽ ട്രാൻസിഷൻസ് ടെൻസ് ടു പ്രൊഡ്യൂസ്. അതായത് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിക് ലെവൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ ചെറിയ ലെവലുകളുണ്ട്, റൊട്ടേഷനിലും വൈബ്രേഷനിലും. അപ്പം ഇലക്ട്രോണിക്സ് ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ നടക്കും? വൈബ്രേഷനും നടക്കും, റൊട്ടേഷനും 2 ട്രാൻസിഷൻസും നടക്കും. അപ്പോൾ അതിൽ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഒരു കോഴ്സ് സ്ട്രക്ചർ കിട്ടും, ആൻഡ് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് എ ഫൈൻ സ്ട്രക്ചർ കിട്ടും. The vibrational core structure and rotational fine structure associated with electronic spectra can be resolved only for gaseous samples. Gaseous സാമ്പിൾസിന് മാത്രമാണ് അങ്ങനത്തെ സ്ട്രക്ചർ ഓഫ് ആ സ്പെക്ട്രയൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിറയെ ഇങ്ങനെ പീക്സ് വരുമ്പോൾ ദ ഗേഷ്യസ് സ്പെക്ട്ര കോംപ്ലിക്കേറ്റഡ് ആവും, ഗേഷ്യസ് സാമ്പിൾസിൻ്റെ സ്പെക്ട്ര. ഓൺ ദ അതർ ഹാൻഡ്, ഇൻ എ ലിക്വിഡ് ഓർ സോളിഡ് ദ ലൈൻസ് യൂഷ്വലി merge together result in a broad almost featureless band. അപ്പോൾ സാധാരണ സോളിഡ് ഇതൊക്കെ വെച്ചാലാണ് നമുക്ക് ഈ കാണിക്കുന്ന പോലത്തെ സ്പെക്ട്ര കിട്ടുക. ഇതുപോലെ സോളിഡ് ഓർ ലിക്വിഡ് വെച്ചാലാണ് ഇത് കിട്ടുക.
അതായത് എല്ലാം കൂടി മെർജ് ചെയ്തിട്ട് ഈ റൊട്ടേഷനും വൈബ്രേഷനൊക്കെ മെർജ് ചെയ്ത് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ആ പോയിൻ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.